സുവിശേഷം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത്തെ അനുഗ്രഹീതമായ പകലിൽ നിന്റെ വിലപ്പെട്ട ദാസനെ കൂടെ ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരല്പസമയം കൂടെ ഞങ്ങൾ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളോട് കർത്താവ് സംസാരിക്കണമേ. ദൈവവചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി ദൈവം തുറക്കണമേ. ജനത്തെ വിവേചിച്ച് ദൈവം ഇടപെടണമേ. മഹത്വം മുഴുവൻ ഇന്ന് പകലും അങ്ങ് തന്നെ എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ വിശിഷ്ടമായ 4 കഥാപാത്രങ്ങൾ ഈ വായിച്ച വാക്യത്തിനകത്തുണ്ട്. 1 ഒരു വീണ്ടെടുപ്പുകാരൻ, 2 മക്കൾ, 3 നായ്ക്കുട്ടികൾ, 4 കരയുന്ന ഒരമ്മ. പ്രൈസ് ദി ലോർഡ്. ഒരു മകളുടെ വിടുതലിന് വേണ്ടി പെരുവഴിയിൽ യേശുവിൻ്റെ പിന്നാലെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മിനിറ്റുകളല്ല, മണിക്കൂറുകൾ, ദൈർഘ്യമായ ചില സമയങ്ങൾ ഒരു മകളുടെ സൗഖ്യത്തിന് വേണ്ടി ഒരു അമ്മ കരയുകയാണ്, പെരുവഴിയിൽ കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ടും കേട്ടിട്ടും ഒരാശ്വാസത്തിൻ്റെ വാക്ക് പറയാതെ യേശു മുൻപോട്ട് തന്നെ പോവുകയാണ്. ശിഷ്യന്മാർക്ക് പോലും ഭയങ്കരമായ സിമ്പതി തോന്നി. ഞാൻ തുടക്കത്തിലെ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നമുക്ക് സിമ്പതി തോന്നുന്ന വിഷയങ്ങളിലെല്ലാം ദൈവത്തിന് സിമ്പതി തോന്നണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരോട് നമുക്ക് പെട്ടെന്ന് ഭയങ്കര കരുണ തോന്നും, ഭയങ്കര ദയ തോന്നും, അടിയന്തരമായി അവരെ സഹായിക്കണമെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്ക് തോന്നുന്ന പലരോടും അതേ സിമ്പതി ദൈവത്തിന് തോന്നണമെന്നില്ല. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, എനിക്ക് കരുണയുണ്ട്, പക്ഷെ എല്ലാവരോടുമില്ല. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവരോട് എനിക്ക് കരുണയുണ്ട്. എനിക്ക് ദയ തോന്നണമെന്നുള്ളവരോട് എനിക്ക് ദയയുണ്ട്. ഇന്ന് പകൽ നാം അറിഞ്ഞിരിക്കേണ്ട 1-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കരുണയുടെ പരിധിക്കകത്ത് ഞാനുണ്ടോ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വഴിയെ പോകുന്നവർക്കും വരുന്നവർക്കും എല്ലാം സൗഖ്യം കൊടുക്കുക. അതിനകത്ത് 9 യഹൂദന്മാരുമുണ്ട്, ഒരു ശമരിയക്കാരനുമുണ്ട് 10 കുഷ്ഠരോഗിക്കകത്ത്. 9 യഹൂദൻ സൗഖ്യം പ്രാപിച്ചു, ഒരു ശമരിയക്കാരൻ മാറി നിൽക്കണമെന്ന് യേശു പറഞ്ഞില്ല. 10 പേരോടും പറഞ്ഞു, പോയിക്കോ, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക. അവർ പോകുന്ന പോക്കി 10 പേരും, അതിനകത്ത് യഹൂദനുമുണ്ട് ശമരിയക്കാരനുമുണ്ട്. അപ്പോൾ അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കിയല്ല വിടുതൽ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ ഇത് ഒരു സ്ത്രീയോട് വളരെ അവഗണന കാണിക്കുകയാണ്. നമ്മളെ ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിച്ചു വന്നാൽ നന്നായി പഠിപ്പിക്കുന്ന ദൈവദാസനാണല്ലോ നമ്മുടെ പാസ്റ്റർ. നിങ്ങൾ അനവധി പ്രാവശ്യം ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം വിവരിക്കാൻ ഞാൻ സമയം എടുക്കുന്നുമില്ല. എൻ്റെ വിഷയം അതല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കനാനെ
ദൈവം ശപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിതാക്കന്മാരുടെ ശാപം. അപ്പന്റെ ശാപം ഏറ്റുവാങ്ങിയ തലമുറകളിലേക്ക് അത് പകരുന്നതായിട്ട് കാണാം. പ്രൈസ് ദി ലോർഡ്. പിള്ളേരുടെ കല്യാണം ആലോചിച്ചപ്പോഴും അപ്പൻ പറഞ്ഞു, കനാന്യ സ്ത്രീയിൽ നിന്ന് ഒരാളെ എന്ത് ചെയ്യരുത്, എടുക്കരുത്. അപ്പോൾ ഒരു വിവാഹബന്ധം പോലും അവരെന്ത് ചെയ്യുന്നില്ല, കനാന്യരിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല. അത്ര വെറുക്കപ്പെടുന്ന ഒരു കൂട്ടർ. എൻ്റെ പഠനം ശരിയാണെങ്കിൽ അക്കാലത്ത് 3000-ത്തിലധികം സൈസ് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദൈവങ്ങൾക്ക് പഞ്ഞമുണ്ടായിട്ടല്ല ഇപ്പോൾ യേശുവിൻ്റെ പുറകെ വന്നേക്കുന്നത്. ഈ ഒരു കൊച്ചിൻ്റെ വിഷയത്തിൻ്റെ പേരിൽ പോകാത്ത ഇടങ്ങളില്ല. പക്ഷെ അവിടെ എങ്ങും തനിക്കൊരു വിടുതൽ കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഏറ്റവും ഒടുവിൽ അറ്റ കൈയായിട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്തിട്ട് പോലും പരിഗണന കൊടുക്കാത്തൊരു വിഷയത്തിൽ അവളുടെ ഒരു വാക്കാണ് അവിടെ വിടുതലിന് കാരണമായത്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, സ്ത്രീയെ, ഇത് മക്കളുടെ അപ്പമാണ്, അത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല. അന്ന് ഒരു കഴുതയുടെയോ ഒരു കാളയുടെയോ ഒരു നായ്ക്കുട്ടിയുടെയോ വില യഹൂദൻ കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇവൾ അനുഗമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴുതയ്ക്കുള്ള വില പോലും നായ്ക്കുട്ടിക്കുള്ള വില പോലും ഇവർക്ക് കൊടുക്കാത്ത സമയം. പ്രൈസ് ദി ലോർഡ്. അർത്ഥാൽ 100% അവഗണിക്കപ്പെടുന്ന, പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത, പരിഹസിക്കപ്പെടുന്ന, ശാപഗ്രസ്തരായ, അത് ഏതാണ്ട് 4000 വർഷമായിട്ട് ആ ശാപത്തിന്റെ ശക്തി ഇങ്ങനെ ഈ കനാന്യ ജാതിയെ പിന്തുടരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെയാണ് ഈ കരയുന്ന സഹോദരിയുടെ ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ യേശു അഴിച്ചുവിട്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ 11ാമത്തെ പകൽ വർഷങ്ങളുടെ പഴക്കം കൊണ്ടോ ശാപങ്ങളുടെ ദൈർഘ്യം കൊണ്ടോ പാരമ്പര്യമായി കെട്ടപ്പെട്ട വിഷയങ്ങൾ കൊണ്ടോ അഴിയത്തില്ലെന്ന് നിന്നോട് വാദിക്കുന്ന വിഷയങ്ങൾ പോലും തക്ക സമയത്ത് നിന്നിൽ നിന്ന് വെളിപ്പെടുന്ന വിശ്വാസത്തിന്റെ ഒറ്റ വാക്കിൽ അത് അഴിച്ചു കളയാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്ന എത്ര പേരുടെ വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. ശിഷ്യന്മാര് പറയാതെ ഈ വിഷയത്തെ പരിഹരിക്കാൻ യേശുവിനറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശുവിനെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മറുപടി. യേശു ആശ്ചര്യപ്പെട്ടെന്ന് എഴുതിയേക്കുന്നത്. അവളെ നോക്കി പിൻഗമിക്കുന്ന ജനത്തോട് പറയുകയാണ്, ഇസ്രായേലിൽ പോലും ഇങ്ങനത്തെ ഒരു വിശ്വാസം. അവൾ പറഞ്ഞു, പിള്ളേരുടെ പോക പിള്ളേർക്ക് കൂടെ, അത് അവർ കഴിക്കട്ടെ. മക്കളെ എല്ലാം മക്കൾക്ക് കൊടുത്തേരെ. ഞാൻ മക്കളെ ചോദിക്കാൻ വന്നതല്ല, മക്കളെ എനിക്ക് കിട്ടത്തില്ലെന്നും അറിയാം. സ്തോത്രം. പക്ഷെ അവകാശം മക്കൾക്ക് മാത്രമല്ലോ, നായ്ക്കുട്ടിക്കും ഉണ്ടല്ലോ. മേശയെ വിളമ്പുന്നതെല്ലാം പിള്ളേർ കഴിച്ചോട്ടെ, മേശയെന്ന് പൊഴിയുമല്ലോ, എനിക്കത് മതി. ഇന്ന് പകൽ പൊഴിഞ്ഞു വീഴുന്നതായാലും എനിക്കത് മതി എന്ന് പറയാൻ തയ്യാറുള്ള കരയുന്ന മാതാവേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ മറുപടി തരുവാൻ ഇന്ന് പകൽക്കാല കർത്താവിന് കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവൾ അനുഗമിക്കുന്ന യേശു ആരാന്ന് നമുക്ക് നല്ല നിശ്ചയമാ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 6, 7, 8 വാക്യത്തിൽ ഹന്ന ആത്മാവിൽ പാടുന്നൊരു പാട്ടുണ്ട്. സിയോൻ ഗീതാബേലിലെ പാട്ടൊന്നും അല്ല.
സ്തോത്രം. 2-ാം അധ്യായം 6, 7, 8 ഒന്ന് വായിച്ചു വിട്ടേര്. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. കേക്കണേ, സൗഖ്യം മാത്രമല്ല, ജീവൻ മാത്രമല്ല. ഇന്ന് അവക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ സേവിക്കുന്ന ദൈവം കൊല്ലണമെങ്കിൽ കൊല്ലുകയും ജീവിപ്പിക്കണമെങ്കിൽ ജീവിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, പാതാളത്തിൽ ഇറക്കണമെങ്കിൽ നിൽക്കുന്ന ഭൂമിയെ കാൽച്ചുവട്ടിന്ന് 2ആയി വിഭജിച്ചിട്ട് കോരക, ദാതാൻ, അബീരാൻ കൂട്ടുകെട്ടുകളെ താഴോട്ട് താഴ്ത്തി പാതാളത്തിൽ ഇറക്കുകയും അപ്പൊ തന്നെ പാതാളത്തിൽ കിടക്കുന്നവനെ ഉദ്ധരിക്കണമെങ്കിൽ ഉദ്ധരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം വിരോധമായി മത്സരിച്ചു നിൽക്കുന്നതിനെ പാതാളത്തിൽ ഇറക്കുമ്പോൾ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഉദ്ധാരണങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം ഇന്ന് പകൽക്കാലം ചെയ്യുകയോ. ഉച്ചരിച്ചുകൂടാത്ത ഭാഷയാൽ ആലയത്തിനകത്ത് ചങ്കുപൊട്ടിക്കരഞ്ഞ സഹോദരി ഇപ്പോൾ ഉച്ചരിക്കുക. വളരെ അപകർഷതാബോധം ഉളവാക്കുന്ന മറുപടികൾ ആലയത്തിലെ അഭിഷക്തന്റെ വായിൽ നിന്ന് കേട്ടിട്ട് പ്രതികരിക്കാത്ത അവള് ഇപ്പോൾ ആത്മാവിനൊരു പാട്ട് പാടുകയാണ്. എടാ, ഞാൻ സേവിക്കുന്ന ദൈവം മക്കളെ തരുന്നവൻ മാത്രം ഒന്നുമല്ല. എന്റെ ദൈവത്തിന് കൊല്ലാൻ അറിയാം, എന്റെ ദൈവത്തിന് ജീവിപ്പിക്കാൻ അറിയാം, എന്റെ ദൈവത്തിന് പാതാളത്തിൽ ഇറക്കാൻ അറിയാം, എന്റെ ദൈവത്തിന് ഉദ്ധരിക്കാൻ അറിയാം. അടുത്ത വാക്യം. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. രണ്ടും നൽകാൻ എന്റെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം ദാരിദ്ര്യം നൽകുന്ന ദൈവത്തിന് ഐശ്വര്യം നൽകാനും കഴിയുമെന്ന് വിശ്വസിച്ച് ഇവിടെ ഇത്ര പേരുണ്ട്. ആത്മാവ് രാവിലെ വചനത്തിലൂടെ പ്രവചിച്ചു പറയുകയാണ്, നിന്റെ ദൈവം ഐശ്വര്യം തരുന്ന ദൈവമാണ്. ചില കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥനയ്ക്കുള്ളിൽ തന്നെ ചില ഐശ്വര്യകരമായ നന്മകൾ ദൈവം പകർന്നുകൊണ്ട് ജനത്തിന്റെ സ്ഥിതിക്ക് മുഴുവൻ മാറ്റം വരുത്തുമെന്ന് ഇന്ന് പകൽ ആത്മാവ് പ്രവചിച്ചു പറയുന്നത്. വചനം ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു. ഐശ്വര്യവും നൽകുന്നു, ദാരിദ്ര്യവും നൽകുന്നു. തീർന്നില്ല. അവൻ താഴ്ത്തുകയും അവൻ ഉയർത്തുകയും ചെയ്യുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം അവന് താഴ്ത്താൻ അറിയാം, അവൻ ഉയർത്താൻ അറിയാം.